വിദ്യാർത്ഥികളെ, LSS പരീക്ഷ എഴുതുന്ന പ്രിയ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വമായി സ്വാഗതം. ഇന്നത്തെ ഐസക് എന്ന ചാനലിൽ LSS വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ നോട്ടുകൾ കുറിച്ചെടുക്കേണ്ടതാണ്. എല്ലാ ദിവസവും നിങ്ങളുടെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ് LSS പഠനത്തിനായി നിങ്ങൾ മാറ്റിവെക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ദിവസവും മാറ്റിവെക്കുകയാണെങ്കിൽ LSS നിങ്ങളുടെ കൈക്കുമ്പിളിൽ തന്നെ എത്തുന്നതാണ്. പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഞാൻ ആത്മാർത്ഥമായി ആശംസകൾ നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ LSS കുഞ്ഞുമക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യാസ് ഫസ്റ്റ് വാട്ടർ മെട്രോ പ്രോജക്റ്റ് അറ്റ് കൊച്ചി. ഇതെല്ലാം നോട്ട്സ് കുറിച്ച് വെക്കണം കേട്ടോ. ഇന്ത്യാസ് ഫസ്റ്റ് വാട്ടർ മെട്രോ പ്രോജക്റ്റ് ഈസ് അറ്റ് കൊച്ചി. വാട്ടർ മെട്രോ പ്രോജക്റ്റ് ഇന്ത്യയുടെ ആദ്യത്തെ എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ്. കേരളത്തിൽ എവിടെയാണ്? കൊച്ചിയിൽ. ഫസ്റ്റ് കംപ്ലീറ്റ് ഗവേൺ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. കേരള. ഗവേൺസ് സ്റ്റേറ്റ്. ഫസ്റ്റ് ഗവേൺസ് സ്റ്റേറ്റ്. കംപ്ലീറ്റ് ഗവേൺ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എവിടെയാണ്? കേരളത്തിലാണ്. എന്താണ് ഗവേൺസ്? സർക്കാർ സേവനങ്ങൾ ഓൺലൈനിൽ ലഭ്യമാകുന്നതാണ് ഗവേൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർക്കാർ സേവനങ്ങൾ ഓൺലൈനിൽ ലഭ്യമാകുന്നതാണ് ഗവേൺസ്. അടുത്തതായി, സൗത്ത് ആഫ്രിക്കയിൽ നിന്നും കൊണ്ടുവന്ന ചീറ്റപ്പുലികളെ ഇന്ത്യയിലെ ഏത് നാഷണൽ പാർക്കിലാണ് താമസിപ്പിച്ചത്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നും കൊണ്ടുവന്ന ചീറ്റപ്പുലികളെ ഇന്ത്യയിലെ ഏത് നാഷണൽ പാർക്കിലാണ് താമസിപ്പിച്ചത്? കുനോ നാഷണൽ പാർക്ക്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ചീറ്റപ്പുലികളെ ഇന്ത്യയിലെ ഏത് നാഷണൽ പാർക്കിലാണ് താമസിപ്പിച്ചത്? കുനോ നാഷണൽ പാർക്ക്. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ്റെ പുതിയ പേര് അമൃത ഉദ്യാനം. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ്റെ പുതിയ പേര് അമൃത ഉദ്യാനം. ഇന്ത്യയുടെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് എവിടെയാണ്? തിരുവനന്തപുരം. ഇന്ത്യയുടെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് എവിടെയാണ്? തിരുവനന്തപുരം. കുടുംബശ്രീയുടെ രജത ജൂബിലി എന്ന് പറയുമ്പോൾ എത്രാമത്തെ വർഷമാണ്? 25. കുടുംബശ്രീയുടെ രജത ജൂബിലി 25-ാം വർഷം പൂർത്തിയാക്കിയത് 2023-ലാണ്. 2023-ലാണ് കുടുംബശ്രീ തുടക്കം കുറിച്ചത്. എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. ഓക്കെ. ഓൾ ഇന്ത്യ റേഡിയോയുടെ പുതിയ പേര് ആകാശവാണി. ഓൾ ഇന്ത്യ റേഡിയോയുടെ പുതിയ പേര് ആകാശവാണി. 2024 ലോറിസ് സ്പോർട്സ് അവാർഡ് അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ ഓസ്കാർ അവാർഡ് ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ്. ഇതിൽ ലയണൽ മെസ്സിയുടെ ഫാൻസുകൾ ഒരുപാട് പേരുണ്ടാവും അല്ലേ? അപ്പോൾ 2024 ലോറിസ് അവാർഡ് അല്ലെങ്കിൽ അതിന് നമ്മൾ മറ്റൊരു പേരാണ് സ്പോർട്സ് ഓസ്കാർ അവാർഡ് 2024 ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ്. ഭിന്നശേഷി സൗഹാർദ്ദമാക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയുടെ പേരാണ് അനുയാത്ര. ഭിന്നശേഷി സൗഹാർദ്ദമാക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയുടെ പേരെന്താണ്? അനുയാത്ര. പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകുന്ന പരിപാടിയാണ് കരുത്ത്. ഇതിൽ കാണുന്ന പെൺകുട്ടികൾ കരുത്ത് ആർജിക്കണം കൂട്ട പരീക്ഷ എഴുതാനും. പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകുന്ന പരിപാടിയാണ് കരുത്ത്. അടുത്തതായി, നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം സർക്കാർ ആശുപത്രികളിലൊക്കെ ലഭ്യമാക്കുന്ന പരിപാടിയുടെ പേരാണ് അഭയ. നിർധനരായ രോഗികൾക്ക് ആശുപത്രികളിൽ ഉച്ചഭക്ഷണം നമ്മൾ ലഭ്യമാക്കുന്ന പരിപാടിയാണ് അഭയ സർക്കാർ ആശുപത്രികളിൽ. കേരള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓൺലൈൻ സംവിധാനമാണ് ഒരുമ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണേ. കേരള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓൺലൈൻ സംവിധാനത്തിൻ്റെ പേരാണ് ഒരുമ. ജീവിതശൈലി രോഗങ്ങൾ തടയാനായിട്ട് ബോധവൽക്കരണം കുട്ടികളിൽ നടത്തുന്ന പരിപാടിയാണ് ലിപ്. ജീവിതശൈലി രോഗങ്ങൾ തടയാൻ കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തുന്ന പരിപാടിയാണ് ലിപ്. വീടും വസ്തുവും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് സാഫല്യം. വീടും വസ്തുവും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് സാഫല്യം. ഇനി നമുക്ക് റോമൻ നമ്പേഴ്സ് നോക്കാം. 10 റോമൻ നമ്പറിൽ എഴുതുന്നത് എല്ലാവർക്കും അറിയാം. എക്സ്. 20 ആണെങ്കിൽ XX. 30 ആണെങ്കിൽ 3X. 40 ആണെങ്കിൽ നോക്കുക XLI. 40 ആണെങ്കിൽ നോക്കുക മാറി XLI. അപ്പോൾ 50
എല്ല് 50 എന്ന് പറയുമ്പോൾ എല്ല്, 60 എന്ന് പറയുമ്പോൾ എന്താണ് എൽ എക്സ്, 60 എന്ന് പറയുമ്പോൾ എൽ എക്സ്. അപ്പോൾ 60 തിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 40 ആവും, 40 തിരിച്ചിട്ടാൽ 60 ആവും. എൽ എക്സ് എന്ന് പറയണത് 60ഉം എക്സ് എൽ എന്ന് പറയണത് 40ഉമാണ്. 70 എൽ എക്സ് എക്സ്, 70 എന്താണ് എൽ എക്സ് എക്സ്. 80 എല്ല് കഴിഞ്ഞിട്ട് 3x, 80 എന്ന് പറയുന്നത് എല്ല് കഴിഞ്ഞിട്ട് 3x. 90 എന്ന് പറയുമ്പോൾ എക്സ് സി ആവും, 90 പറയുമ്പോൾ എക്സ് സി ആവും. അപ്പോൾ 100 എന്തായിരിക്കും? സി, 100 സി ആണ്. 500 എന്ന് പറയുന്നത് ഡി ആണ്, 500 ക്യാപിറ്റൽ ലെറ്റർ ഡിയും. 1000 എന്ന് പറയുന്നത് എമ്മുമാണ്, 1000 എന്ന് പറയുന്നത് എമ്മുമാണ്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ടതാണ് ഞാൻ തന്നിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് 999 എന്ന് എഴുതി നോക്കണം. 999 എങ്ങനെയായിരിക്കും 999 എഴുതുക? സി എം എക്സ് സി ഐ എക്സ്. സി എം 999 എഴുതുന്നതാണ് സി എം എക്സ് സി ഐ എക്സ്. ഓക്കെ, അടുത്തത് 3, 4, 7, 0 എന്നീ അക്കങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങളുടെ ശ്രദ്ധ പരീക്ഷിക്കുന്ന ക്വസ്റ്റ്യനാണേ. 3, 4, 7, 0 എന്നീ അക്കങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം. ചിലപ്പോൾ അഡീഷൻ ചോദിക്കാം, തുക ചോദിക്കാം. അപ്പോൾ നോക്കാം, ചെറിയ സംഖ്യ ഏതാണ്? 3, 4, 7, 0 ഉപയോഗിച്ച് എഴുതാവുന്നത് 3047, 30, 3, 0, 4, 7. വലിയ സംഖ്യയോ 7, 4, 3, 0. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു, 4383 ലഭിച്ചു. ഇനി അടുത്തത് 1 മുതൽ 100 വരെ എത്ര ഒറ്റസംഖ്യകളും എത്ര ഇരട്ടസംഖ്യകളുമുണ്ട്? അടുത്ത ചോദ്യം, 1 മുതൽ 100 വരെ എത്ര ഒറ്റസംഖ്യകളും എത്ര ഇരട്ടസംഖ്യകളുമുണ്ട്? 50 എണ്ണം, 50 ഒറ്റസംഖ്യകളും 50 ഇരട്ടസംഖ്യകളുമാണുള്ളത്. ഓക്കെ, 1 മുതൽ 100 വരെയുള്ള അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ. 1 മുതൽ 100 വരെയുള്ള അക്കങ്ങളുടെ തുക n × n+1/2. 1 മുതൽ 100 വരെയുള്ള അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n × n+1/2. n എന്ന് പറയുന്നത് 100 ആണ്. 100 × n+1, 101/2 കിട്ടുമ്പോൾ നമുക്ക് അത് ചെയ്യുമ്പോൾ 50 കിട്ടും. ഓക്കെ, അടുത്തത് 20,300, 20,200, 20,100, 20,000. അത് കഴിഞ്ഞിട്ട് വരുന്ന സംഖ്യ ഏതാണ്? നമുക്ക് നോക്കാം. അപ്പോൾ 1900 സംഖ്യ കിട്ടും. ഓക്കെ, ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും ഏറ്റവും വലിയ 3 അക്ക സംഖ്യയും ചേർന്ന് വരുന്ന ഒരു 4 അക്ക സംഖ്യ. ഇത് അഡീഷനാണേ. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും ഏറ്റവും വലിയ 3 അക്ക സംഖ്യയും ചേർന്ന് വരുന്ന 4 അക്ക സംഖ്യ. അപ്പോൾ ആദ്യം നമ്മൾ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ, ഏറ്റവും ചെറിയ 4 ഡിജിറ്റ് നമ്പർ അല്ലെങ്കിൽ 4 അക്ക സംഖ്യ ഏതാണ്? ഏറ്റവും ചെറുത് 1000 ആണ്. അപ്പോൾ ഏറ്റവും വലുത് ലാർജസ്റ്റ്. അടുത്ത ചോദ്യം എന്താണ്? ഏറ്റവും വലിയ 3 അക്ക സംഖ്യ, ഏറ്റവും വലിയ 3 ഡിജിറ്റ് നമ്പർ ഏതാണ്? 999. അപ്പോൾ രണ്ടും കൂടി അഡീഷൻ ചെയ്യുമ്പോൾ 1999 നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് 2023 മാർച്ച് 7 വെളുത്തവാവെങ്കിൽ അടുത്ത വെളുത്തവാവ് എന്നായിരിക്കും? അടുത്ത വെളുത്തവാവ് മാർച്ച് 21 മാർച്ച് 21 തീയതി ആയിരിക്കും. 4 അക്കമുള്ള ഏറ്റവും വലിയ ഇരട്ട സംഖ്യ, 4 അക്കമുള്ള 4 ഡിജിറ്റ് അക്കമുള്ള ഏറ്റവും വലിയ ഇരട്ട സംഖ്യയാണ് 9998. 9998. അപ്പോൾ നിങ്ങൾക്കത് ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ, ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ, സ്മോളസ്റ്റ് 2 ഡിജിറ്റ്, 1 ഡിജിറ്റ്, 3 ഡിജിറ്റ്, 4 ഡിജിറ്റ് എല്ലാം നിങ്ങളത് നോക്കി പോകണം. ഇനി അടുത്തത് നോക്കാം. 2396, 6329, 2963, 3876, 3975 ഈ സംഖ്യകളെ നമ്മൾ വലുപ്പത്തിൽ ക്രമീകരിച്ചിട്ട് മധ്യത്തിൽ വരുന്ന സംഖ്യ, അതായത് നമ്മൾ ഇവിടെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുകയാണ്. ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പം ഏതാണ് മധ്യത്തിൽ വരുന്നത്? 3876. ഒരു സംഖ്യയിൽ നിന്നും 1 കുറച്ചപ്പോൾ ഏറ്റവും വലിയ 3 അക്ക സംഖ്യ കിട്ടി എങ്കിൽ ഏത് സംഖ്യയിൽ നിന്നുമാണ് 1 കുറച്ചത്? ഏറ്റവും വലിയ 3 കുറച്ചത്. ഓക്കെ, ചോദ്യം ശ്രദ്ധിച്ചോ. ഒരു സംഖ്യയിൽ നിന്നും 1 കുറച്ചപ്പോൾ
ഏറ്റവും വലിയ 3 അക്ക സംഖ്യ നമുക്ക് കിട്ടി അല്ലേ? എങ്കിൽ ഏത് സംഖ്യയിൽ നിന്നുമാണ് 1 കുറച്ചത്? അപ്പോൾ നമ്മൾ അതിനെ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏതാണെന്ന് എഴുതണം. ഏറ്റവും വലിയ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഏതാണെന്ന് എഴുതണം. അപ്പോൾ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എല്ലാവർക്കും അറിയാം, 999 അപ്പോൾ എന്ത് ചെയ്യണം? അതിന് അവിടെ എന്ത് കിട്ടുമ്പോഴോ 1 കുറയ്ക്കുമ്പോഴാണ് 999 കിട്ടണേ. യെസ്, 4 ഡിജിറ്റ് നമ്പറിൽ നിന്നുമാണ്, അതായത് 1000 നിന്നും കുറച്ചപ്പോഴാണ് നമുക്ക് 999 ലഭിച്ചത്. ഓക്കെ. 2024 ഭരണ ഭാഷ പുരസ്കാരത്തിന് അർഹമായ ജില്ല പത്തനംതിട്ട. 2024 ഭരണഭാഷ പുരസ്കാരത്തിന് അർഹമായ ജില്ലയാണ് പത്തനംതിട്ട. കേരള പ്രഭ പുരസ്കാരം 2024 നേടി ISRO ചെയർമാൻ ഡോക്ടർ S സോമനാഥ്. കേരള പ്രഭ, കേരള ശ്രീ എല്ലാം നിങ്ങൾ നോക്കി പോകണം കേട്ടോ. കേരള ജ്യോതി. കേരള പ്രഭ പുരസ്കാരം 2024 നേടിയ ISRO ചെയർമാനാണ് ഡോക്ടർ S സോമനാഥ്. സംസ്ഥാനത്തെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് തുടക്കം കുറിച്ച സ്ഥലമാണ് കൊച്ചിയാണ് കേട്ടോ. സംസ്ഥാനത്തെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് തുടക്കം കുറിച്ച സ്ഥലം കൊച്ചി. 2024 ബുക്കർ പ്രൈസ് ലഭിച്ചത് സാമന്ത ഹാർവിക്കാണ്. 2024 ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? സാമന്ത ഹാർവി. അടുത്തത് 2024 UN കാലാവസ്ഥ ഉച്ചകോടി നടന്നത് അസർബൈജാനിലെ ബാഗുവിലാണ്. 2024 കാലാവസ്ഥ ഉച്ചകോടി നടന്നത് എവിടെയാണ് മക്കളെ? അസർബൈജാനിലെ ബാഹുബലി എന്ന് ഓർത്താൽ മതി. ബാഹു എന്ന് കിട്ടി, പിന്നെ അസർബൈജാൻ, അസൽ ബാഹുബലി, അസർബൈജാൻ. 2024 വിശ്വസുന്ദരി ആരാണ്? വിക്ടോറിയ കാജർ തിൽവിഗിൻ. വിക്ടോറിയ കാജർ. 2024 വിശ്വസുന്ദരി വിക്ടോറിയ കാജർ തിൽവിഗിനാണ്. അപ്പോൾ ഡെൻമാർക്കിൽ നിന്ന് ആദ്യമായിട്ടാണ് വിശ്വസുന്ദരി പട്ടമൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഡെൻമാർക്കിലെയും കൂടി ആദ്യത്തെ വ്യക്തിയാണ് വിക്ടോറിയ കാജർ തിൽവിഗിൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാത്സും GKയുമാണ് ഡിസ്കസ് ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ നോട്ട്സുകൾ കുറിച്ച് വയ്ക്കുക. വരും ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് മറ്റു വിഷയങ്ങളും എടുക്കുന്നതായിരിക്കും. എല്ലാവരും എല്ലാ ദിവസവും ഒരു 45 മിനിറ്റ് LSS പഠനത്തിനായിട്ട് ചെലവഴിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് LSS പരീക്ഷ വിജയിക്കാനാകുമെന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു.